ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴയ നാടൻ റെസിപ്പിയാണ്. ഒരു കലം ചോറ് നമുക്കുണ്ണാം. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ സാധാരണ നാടൻ ചമ്മന്തി, ഉള്ളി ചമ്മന്തി. ചെറിയുള്ളി അധികം ഇട്ടുണ്ടാക്കുന്ന ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചൂടായി വരുമ്പോഴത്തേനും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നാടൻ റെസിപ്പികൾക്ക് ബെസ്റ്റ് കേട്ടോ. സ്ഥിരം പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയാണ് നാടൻ റെസിപ്പികൾക്ക് ബെസ്റ്റ്. അപ്പോൾ അതിലേക്ക് ചെറിയുള്ളി, ഇതിപ്പോൾ ഒരു കൈപ്പിടി ചെറിയുള്ളിയാണ് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പതിയെ ഒന്ന് മൂത്ത് വരുന്നത് വരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്നും നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക. പതിയെ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേനും ഒരു പിടി വറ്റൽ മുളക്, അത് ഞെട്ടുകളഞ്ഞ് മുറിക്കൊന്നും വേണ്ട, സാധാരണ പോലെ തന്നെ ക്രഷ് ചെയ്യാതെ അങ്ങനെ പാടെ തന്നെ നമ്മൾക്ക് ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് പതിയെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഓൾറെഡി ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ചൂടിലും എണ്ണയുടെ ചൂടിലും കിടന്ന് നമ്മുടെ വറ്റൽ മുളകും ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന നേരത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും വഴണ്ട് കിട്ടും കേട്ടോ. അത് ഓഫ് ചെയ്ത് അവിടെ തണുക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് ഞെരടിയെടുക്കുക. നമ്മൾ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് നാവിന് രുചിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പണ്ടത്തെ ആൾക്കാരുണ്ടാക്കി തരുന്ന ഒരു ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്ന നല്ല ചൂട് ചമ്മന്തിയാണ്. അപ്പോൾ തണുത്ത ശേഷം ആ ഉള്ളിയും വറ്റൽ മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഒത്തിരി തണുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരച്ച് ചമ്മന്തിയാക്കി കളയരുത്, നമുക്ക് ചമ്മന്തി പിന്നെ ആക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാനിൽ എന്തായാലും വെളിച്ചെണ്ണ ബാക്കി ഉണ്ടാവും. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിതാ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് അത് മൊരിഞ്ഞ് അങ്ങനെ അതിൽ വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് ഏകദേശം ഈ ഒരു കളറാവുമ്പോഴത്തേനും നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണം എന്നാണെങ്കിലും കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ എനിക്ക് എരിവൊക്കെ പാകമായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ന് പറയുന്ന നേരം കൊണ്ട് നമുക്ക് നല്ല ചൂട് ചമ്മന്തി റെഡിയായി കിട്ടും. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊടുക്കാനും മറക്കരുത്. അതിൽ ഓൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്